ഏത് ലവ്യ? ഓർമ്മയുണ്ടോ ഈ മുഖം? അയ്യേ, എല്ലാത്തിനും നോട്ടം കണ്ടില്ലേ? അല്ല, പപ്പ വിളിക്കണ്ടേ? പപ്പ? ഏത് പപ്പ? നിന്റെ തന്റെ കാൾട്ടൺ നിക്ലാസിനെ വിളിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് ഞാൻ മറന്നു. വിളി 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 വിളി. നമ്പർ പറ. നമ്പർ 350691. യെസ്, കാൾട്ടൺ നിക്ലാസ്. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്? അതെ, ഞാൻ കാൾട്ടൺ. നിങ്ങൾ കാൾട്ടൺ ആണെങ്കിൽ ഞാൻ അരട്ടൺ. നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തിരിച്ചു തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആരാ? എവിടുന്നാ സംസാരിക്കുന്നത്? നാൻസി, നാൻസി. എന്താ പാപ്പ? ഹലോ, 10 ലക്ഷം രൂപ അല്ലേ? എവിടെ തരേണ്ടത്? ക്യാഷോ ചെക്കോ? അയ്യോ, 10 ലക്ഷവും തരാമെന്ന്. ക്യാഷായിട്ടോണോ ചെക്കായിട്ടോണോ? ക്യാഷ് മതി. ഇല്ലിക്കൽ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് വൈകുന്നേരം കൃത്യം 4 മണിക്ക്. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ പൊടി പോലും കാണില്ല. സോറി, നിങ്ങളുടെ പൊടി പോലും കാണില്ല. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കൊണ്ടുവരുമ്പോ കൃത്യമായി എണ്ണിക്കൊണ്ടുവരിക. കാരണം തിരക്കിനിടയിൽ ഞങ്ങൾക്ക് എണ്ണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓക്കെ, ബൈ. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നാടകുത്തി 2 ലക്ഷം രൂപയാക്കും. ഭംഗി എന്താ കാര്യം? ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യാ? നാലര കഴിഞ്ഞു. ഇനി വരുമെന്ന് തോന്നുന്നു. ഏതായാലും അരമണിക്കൂടെ നോക്കാം. ഇനിയിപ്പോ വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, കാൾട്ടൺ ഹിയർ. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്, പറഞ്ഞത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ പറഞ്ഞത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നിങ്ങളുടെ മകൾ ഈ ലോകത്തോട് വിട പറയും. വിട പറയുന്നതിന് മുമ്പ് മകൾ നിങ്ങളോട് സംസാരിക്കും. പപ്പ, ഇത് നാൻസിയാ. പപ്പ എന്താ വരാഞ്ഞേ? ഇവരെന്നെ കൊല്ലും. മാപ്പ ശരിയില്ല അവിടെ. മോളെ നാൻസി, നാൻസി. എന്താ പപ്പ? മോളെ നാൻസിയാണെന്ന്. നിന്റെ അതേ ശബ്ദം. എന്താ പപ്പ ഇത്? നോക്കട്ടെ. ഹലോ, ഞാൻ നാൻസിയാ. ആരാത്? നാൻസിയോ? ഏത് നാൻസി? ഞാൻ നാൻസിയാണ് സംസാരിക്കുന്നത്. സത്യം പറ, നീ ആരാ? യു ഫ്രോഡ്. ഹു ആർ യു? ബ്ലഡി യൂസ്ലെസ്. Good morning, sir. Good morning. Good morning, sir. Good morning. Yes. കാസിയ പാർക്ക് ഫ്ലാറ്റ്സിന്റെ 74 ഏക്കർ നാളെ രജിസ്ട്രേഷനാ. നാൻസി സൈൻ ചെയ്യണം. അവൾ വീട്ടിലുണ്ട്. കൊണ്ടുപോയി സൈൻ ചെയ്തോളൂ. ആ, ഞാനിന്ന് ലേറ്റാവും. നാൻസി, കാസിയ പാർക്ക് ഫ്ലാറ്റ്സിന്റെ പ്ലോട്ട് നാളെ നിസാം അസോസിയേഷൻ കൈമാറുകയാണ്. അതുകൊണ്ട് കുറച്ചൊപ്പ് കൂടി വേണം. ഈ മാസത്തെ ആദ്യത്തൊപ്പ. എന്താ, ഇതൊക്കെ പതിവില്ലാത്താണല്ലോ. പതിവുകളൊക്കെ ഒന്ന് മാറുന്നത് നല്ലതല്ലേ? ഇവിടെ സൈൻ ചെയ്യേണ്ടത്. എന്താ, സൈൻ മറന്നുപോയോ? കഴിഞ്ഞ മാസം സൈൻ ചെയ്ത പേപ്പേഴ്സ് എവിടെ?
ഇതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് കാസിയ പാർക്ക് ഫ്ലാറ്റ് 99 വർഷത്തേക്ക് കാൾട്ടൺ എസ്റ്റേറ്റിന്റേതാണല്ലോ. ലീസിന് എടുത്തിരിക്കല്ലേ? സൈൻ ചെയ്യുന്നെങ്കിൽ സൈൻ ചെയ്യും. സൈൻ ചെയ്യുന്നില്ല. അതിനെന്താ കാരണം എന്നാ ചോദിച്ചത്? കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കാൾട്ടൺ എസ്റ്റേറ്റിനെ മിസ്റ്റർ മാത്യൂസ് ചീറ്റ് ചെയ്യുന്നതായി ഫയലിലൂടെ മനസ്സിലാക്കിയതുകൊണ്ട് റെക്കോർഡ്സിൽ എൻട്രി ചെയ്യാത്ത എന്റെ ബ്ലാങ്ക് ചെക്സ് ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് വിഡ്രോൾസ് നടത്തിയതായി 10% ഉറപ്പ് കിട്ടിയതുകൊണ്ട്, അതെ, അതുകൊണ്ട് ഇനി നാൻസി നിക്കോളസ് സൂക്ഷിച്ചേ മൂവ് ചെയ്യുന്നുള്ളൂ. I will be always after Mr. Matthews. ഹലോ, അതെ, ആ ശരി, കാണാം. ശരി, വൈകിട്ട് കാണാം. ഏറെ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. അന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം ഫാദർ? എങ്ങനെയാ പറയുക എന്നെനിക്കറിയില്ല. ഫാദർ പറഞ്ഞു വരുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന എനിക്ക് പാലിക്കാൻ പറ്റാതെ പോയ വാക്കിനെ കുറിച്ച് എനിക്ക് കുറ്റബോധമുണ്ടത് പറയാൻ. സമൂഹത്തിന് മുൻപിൽ പറയാൻ കഴിയാത്തതാണെങ്കിലും ബെൻസിയും അങ്ങയുടെ മോളാണല്ലോ. അവളെന്നെ കാണുമെന്ന് പറഞ്ഞു. കുറച്ചു ദിവസങ്ങളായി ബെൻസി മോളെ ആലയത്തിൽ കാണുന്നില്ല. മോളെ, മോളെ, കുറച്ച് ആൾക്കാർ കൂടി പിടിച്ചോണ്ട് പോയി. മര്യാദയ്ക്ക് സൈൻ ചെയ്തോളാം. ഈ മാത്യൂസിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ പപ്പ തുന്നി തന്ന ഈ കുപ്പായുണ്ടല്ലോ, ഇത് വലിച്ചെറിഞ്ഞാലും മാത്യൂസ് ഇന്ന് കോടീശ്വരനാ. സൈൻ ചെയ്യുന്നോ ഇല്ലയോ? ഞാൻ നാൻസി അല്ല, ബെൻസിയാണ്. ഓഹോ, കാൾട്ടൺ നിക്കോളാസിന്റെ ജാരസന്ധതി. എടേ, ഞാനിത് വിശ്വസിക്കുന്നു കരുതിയല്ലേ? മര്യാദയ്ക്ക് സൈൻ ചെയ്യുന്ന നല്ലത്. ഞാൻ സത്യം പറയുന്നത്. നാൻസി കമ്മ്യൂണിക്കേഷന്റെ പഴയ വീട്ടിലുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്ക്. സത്യം ഞാൻ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവള് വെറും ഫ്രാണാണെന്ന്. ചാകാൻ കിടക്കുന്ന അവളെ അമ്മ, അമ്മൂമ്മ, അമ്മൂമ്മയുടെ അമ്മ, എന്തൊക്കെ കള്ളങ്ങൾ അവളെ പറഞ്ഞു പിടിപ്പിച്ചത്. ഇനി എവിടെ ഫ്രോഡല്ലെന്ന് ആരറിഞ്ഞു? ആയിരിക്കും. രണ്ട് മുഖം ഒരുപോലെയല്ലേ? ഫ്രാഡാണെങ്കിൽ രണ്ടും ഫ്രാഡ്, നല്ലതാണ് രണ്ടും നല്ലത്, ഇല്ലേ? അതെ, ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അപ്പന് പോലും തെറ്റിപ്പോയെന്ന്. ശരിയാ. ഈ പത്രോസിനെയും കുട്ടിത്തേവാങ്ങാനും കൂടി കാണുമ്പോ എന്റെ അപ്പന് പല പ്രാവശ്യം തെറ്റിപ്പോവാറുണ്ട്. ഇനിയിപ്പോ സംസാരിച്ച് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ അവളുടെ പപ്പയുടെ കയ്യിൽ എത്തിക്കാൻ നോക്കാം. അതെ, പപ്പായുടെ സ്വന്തം നാൻസി. ആരും എടുക്കരുത്, ഞാനിവിടെ കൊണ്ടുപോവാ. അയ്യോ, അതിന് തോക്കൊന്നും വേണ്ട. എവിടെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുപോയിക്കോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയി തന്നാ മതി. എന്ത് പണിയാണ് നീ കാണിച്ചത്? എന്തിനാ അവളെ അവന്മാരുടെ കൂടെ വിട്ടത്? അവളെ രക്ഷിക്കാനോ? കൊള്ളാം. നാൻസിയും
അഭിനവ നാൻസി. ഇനി നാൻസി ആരാന്ന് വെച്ചാൽ ഒപ്പിടാം. ഈ ജോബി കെട്ടയച്ചേരി. ഞാൻ ബിൻസിയാ. ഞാനാ ബിൻസി. എന്തിനായി നാടകമൊക്കെ? ഓ, തന്ത ഇത്രയും നാളും കളിച്ച നാടകത്തിന്റെ ബാക്കി പത്രം. മക്കളെ, നിങ്ങളുടെ തന്തയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ബിൻസി എന്ന ജാരസന്തതി വെളിപ്പെടരുത്. അതിന് നിങ്ങളുടെ പപ്പയെ നിങ്ങൾ തന്നെ സഹായിക്കണം. ആരാണ് നാൻസി, ആരാണ് ബിൻസി എന്ന് ഇവൻ തീരുമാനിക്കും. ആ, എനിക്കിഷ്ടമായി. രണ്ടുപേരെ ഇഷ്ടമായി. ഈ മാത്തച്ചായനെ നാൻസിക്ക് അറിയാലോ. ആ നാൻസി, എന്താ കൊള്ളാം. തന്തയേക്കാൾ ബുദ്ധിമതിയല്ല. പിന്നെ വഴങ്ങാതിരിക്കുന്നത് ഇവൻ ഇഷ്ടമല്ല. എന്താ? ചതികൾക്കിടയിലും വാക്കിനെ മാനിക്കുന്നവനായ മാത്യൂസ്. അതുകൊണ്ട് ഐ വിൽ കൗണ്ട് 1 to 10. അതിനുള്ളിൽ നാൻസിക്ക് സൈൻ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് 2 ഷെല്ലുകൾ നഷ്ടപ്പെടും. ഓക്കെ? ഒരു കൊട്ടായിരിയുണ്ടല്ലോ, തൊയ്യുണ്ടല്ലോ വേലിനിറ. ഈ കയ്യിലൊന്നും ഊറ്റിയ മോനെ. അത് വേണ്ട, ഞാൻ തന്നെ കയറിയതാ. മോനെ വെള്ളിയാഴ്ച കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ആ വീട്ടിൽ പറഞ്ഞു. 1 2 3 4 5 6 7 8 9 എവിടാത്തെന്തികള്? മോനെ വിടൂല്ലേ?
ഡൊമിനിക്ക് വളർത്തിയത് ആരെയാണെന്നോ ഞാൻ വളർത്തിയത് ആരെയാണെന്നോ എനിക്കറിയണ്ട. രണ്ടുപേരും എന്റെ മക്കളാണ്. പക്ഷേ ബിൻസി ആരാണെന്ന് എനിക്കറിയണം. എനിക്കറിയാൻ ചെയ്യാം. ഈ മറുക കണ്ടോ? ഇതാണ് ബിൻസി. ഹലോ, എക്സ്ക്യൂസ് മീ. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന്. ഇതാണ് ബിൻസി.